ഇപ്പോൾ മദീനയിൽ ജീവിച്ചിരിക്കുന്ന മുഹമ്മദുൽ അർഫജ് എന്ന വലിയ പണ്ഡിതനുണ്ട്. രാവിലെ എഴുന്നേറ്റ് ഉഹദ് മലയെ ഇങ്ങനെ നോക്കും. എന്തിനാണെന്നറിയോ? മുത്തുനബി തങ്ങളെ കണ്ടിട്ട് കണ്ണടയ്ക്കാത്ത ഒരു സാന്നിധ്യമാണ് ഉഹദ് മല. മസ്ജിദുൻ നബവിയിൽ മുത്തുനബി തങ്ങൾ നിസ്കരിച്ച സ്ഥലത്ത് ടൈല് വന്നുപോയി, കാർപ്പറ്റ് വന്നുപോയി, പള്ളിയിൽ പെയിന്റ് വന്നുപോയി. ഉഹദ് മലയ്ക്കൊരു മാറ്റവും വന്നിട്ടില്ല. അങ്ങനെയുള്ള ഈ മലക്കെന്തുകൊണ്ട് ഹഖീഖിയായ മഹബത്ത് വെച്ചുകൂടാ? ആ ഉഹദ് മല മദീനയിലുണ്ട്. മുഹമ്മദുൽ അർഫജ് തങ്ങൾ രാവിലെ ഉഹദ് മലയെ ഇങ്ങനെ നോക്കും. മുത്തുനബി തങ്ങളെ കാണുന്നതിന് പകരം കണ്ട മലപ്പർവ്വതത്തെ ഇങ്ങനെ നോക്കി നിൽക്കും. ചിലപ്പോൾ കവിതകൾ ഉണ്ടാക്കി ചൊല്ലും, ചിലപ്പോൾ ചൊല്ലിയ കവിതകൾ ആവർത്തിക്കും. എന്നത്തെയും പണിയാണിത്. അങ്ങനെ ഞാൻ ഒരിക്കൽ അദ്ദേഹത്തെ നാട്ടിലേക്ക് വിളിച്ചു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹ് പറയുന്ന മജ്ലിസായതുകൊണ്ട് വന്നു. വന്നപ്പോൾ കയ്യിലുണ്ടായിരുന്ന കാരക്കയുടെ കുരുകൾ മുഴുവനും അദ്ദേഹം തന്നെ തിരിച്ചു കൊണ്ടുപോയി. മദീനത്തുനിന്ന് കൊണ്ടുവന്നത് ഇവിടെ ഇടാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. ഞങ്ങൾക്ക് കാരക്ക തന്നു. ഞങ്ങൾ കഴിച്ചിട്ട് സാധാരണ പോലെ മേശപ്പുറത്തതിന്റെ കുരു വെച്ചപ്പോൾ അതെല്ലാം പെറുക്കിയെടുത്ത് പൊതിഞ്ഞു. എനിക്ക് മനസ്സ് വരണില്ല ഈ മണ്ണിലിട്ടിട്ട് പോകാൻ. ഇത് ത്വയ്ബയിലെ മണ്ണിന്റെ അംശമാണല്ലോ. ഞാനെങ്ങനെ അത്ര ത്വാഹിറല്ലാത്ത ഒരു മണ്ണിൽ ഇതിട്ടേച്ചു പോകും?